സെക്കൻഡറി അധ്യാപകരെയൊക്കെ പിരിച്ചുവിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ. ഏകദേശം 1600 തസ്തികകൾ അധികമുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് സാറിന് പറയാനുള്ളത്? ഇത് നേരത്തെ ഉള്ള പ്രശ്നമാണ്, ഇവരുടെ പുനർവിന്യാസം എന്നുള്ളത്. ഇത് ഗവൺമെൻറ് എത്രയോ നാളായിട്ട് അടയിരിക്കുന്ന ഒരു പ്രശ്നമാണ്, നീറുന്ന പ്രശ്നം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. എന്താ കാര്യം? എന്നിട്ട് അടിസ്ഥാന കാര്യം എന്താ? കുട്ടികൾ സർക്കാർ സ്കൂളുകളിൽ നിന്ന് വിട്ടുപോകുന്നു, അതാണ് പ്രശ്നം. അങ്ങനെയാണ് ഈ വേക്കൻസി വന്നത്. കുട്ടികളുടെ പ്രൊപ്പോർഷൻ കണക്കാക്കിയപ്പോൾ 25 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ള നിലയില്ല. ഇപ്പോൾ കുട്ടികൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇടയ്ക്കൊരു കാലം വന്നിരുന്നു, കുട്ടികളെ ക്ലാസ്സിൽ കാണിച്ച് ഹാജർ നില വർദ്ധിപ്പിച്ചുകൊണ്ട് അധ്യാപക തസ്തിക ഉണ്ടാക്കുക. കുട്ടികൾ കൊഴിഞ്ഞുപോയി. കുട്ടികളുടെ അച്ഛനമ്മമാരെന്താ നോക്കുക? അധ്യാപകർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതല്ല അവരുടെ ഡ്യൂട്ടി. തങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം, അവർക്ക് ജോലി ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസം നൽകുക. ഏതൊരു അച്ഛനും, ഈ അധ്യാപകരും അങ്ങനെ തന്നെയാണ്. ഈ അധ്യാപകരിൽ പലരുടെയും മക്കളെ പഠിപ്പിക്കുന്നത് CBSEയിലോ ICSEയിലോ ഉള്ള സിലബസുകളിലാണ്. സ്റ്റേറ്റ് സിലബസ് ആർക്കും ആവശ്യമില്ല. കാരണം അതിൻ്റെ നിലവാരം കുറവാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ അതേസമയം ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് അവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. സർ, ഒരു കാലഘട്ടത്തിൽ DPP സമ്പ്രദായം തന്നെ കൊണ്ടുവന്നത് ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്കലുകൾ തടയാൻ വേണ്ടിയിട്ടാണ്. DPP സമ്പ്രദായം നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്നത്. കാരണം കുട്ടികളെ കുറച്ച് പ്രകൃതിപരമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈ മറ്റേത് പ്രാക്ടിക്കലായിട്ടുള്ള പഠന രീതി എന്നുള്ള രീതിയിലാണ് കുട്ടികളെ ഈ ഒരു DPP സമ്പ്രദായം കൊണ്ടുവന്നത്. തിരികെ കുട്ടികളെ കൊണ്ടുവരും. പക്ഷെ അത് ഒരു വിധത്തിലൊക്കെ സർക്കാർ അതിന് വിജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം 10th കഴിഞ്ഞ് കുട്ടികൾ പലതും CBSE ICSE തേടി പോകുന്നു. മാത്രമല്ല 1ാം ക്ലാസ്സിലെ കുട്ടികൾ വരുമ്പോൾ അതിൻ്റെ നിരക്ക് കുറവാണ് എന്നാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ നിരവധി കാര്യങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന. നിരവധി പദ്ധതികളുണ്ട്, ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട്. എന്ന് തന്നെയായാലും എത്ര കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിരുന്നത്? എല്ലാ സ്കൂളുകളും ഹൈടെക് സ്കൂളുകളാണ്. കഴക്കൂട്ടം പോലുള്ള സ്കൂൾ, തിരുവനന്തപുരം കഴക്കൂട്ടം സ്കൂളാണ് എനിക്കറിയാവുന്നത്. അപ്പൊ ഹൈടെക് ക്ലാസ്സുകളാക്കി മാറ്റിയ ഇത് ഉണ്ടായിട്ട് പോലും കുട്ടികൾ ഇതിലേക്ക് വരുന്നില്ല. സ്റ്റേറ്റ് സിലബസിന് നിലവാരമില്ല എന്ന് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. സാർ ഒരു അധ്യാപകനാണ്, ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സിലബസിന് നിലവാരമുണ്ട്. ചിലത് വരുമ്പോഴാണ് അവിടെ മതവും രാഷ്ട്രീയമൊക്കെ വ്രണപ്പെടുത്തി ആ സിലബസ് കുളമാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇത് തന്നെയാണോ ഇതിൻ്റെ ഒരു ഘടകം? ഇതല്ല. DPP എന്ന് പറയുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ഒന്നായിരുന്നു. പക്ഷേ അത് ഉണ്ടാക്കിയത് മോശം റിസൾട്ടാണ്. നമ്മുടെ കുട്ടികൾ അത്തരത്തിലൊരു വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്നതിന് പ്രാപ്തമായിരുന്നില്ല. നമ്മുടെ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് വന്ന ഒരു ഇടിവാൾ വീശലായിരുന്നു അത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മുരടിച്ചു പോയി വിദ്യാഭ്യാസം മുഴുവനായിട്ട്. ഈ അക്ഷരമാലയൊന്നും പഠിക്കണ്ട എന്നുള്ള ആ ശാസ്ത്രീയ ഉദ്ബോധനമൊക്കെ നടത്തിയ അവരാണ് അക്ഷരമാല പഠിക്കേണ്ടെന്ന്. അക്ഷരമാല പഠിക്കേണ്ടാത്തതിൻ്റെ ഫലമായിട്ടാണ് 10ാം ക്ലാസ് കഴിയുന്ന, ഇതിപ്പോൾ ഹയർ സെക്കൻഡറിയുടെ കാര്യമാണെങ്കിലും 10ാം ക്ലാസ് കഴിയുന്ന പല വിദ്യാർത്ഥികൾക്കും സ്വന്തം പേര് മലയാളത്തിൽ എഴുതാനുള്ള പ്രാപ്തിയില്ലെന്ന് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്ടർ തന്നെ പറഞ്ഞത്. അപ്പോൾ ആ നിലവാരത്തിലാണ് മുകളിലോട്ട് കയറിപ്പോകുന്നത് ഹയർ സെക്കൻഡറി ആയാലും. അപ്പോൾ ഇങ്ങനെ ഈ നിലവാരം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ മത്സരമാണിപ്പോൾ. മാതാപിതാക്കന്മാർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മനുഷ്യനാകാനുള്ള ഉപാധിയല്ല, സാമൂഹിക പുരോഗതിക്കുള്ള ഒരു വിഷയവുമല്ല. മറിച്ച് തങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു ഏർപ്പാടാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ ജോലികൾ കിട്ടാനും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് ഇവരെ പ്രാപ്തരാക്കാനും ഉള്ളത് CBSEയോ ICSEയോ ആണോ എന്നുള്ളതാണ്. നോക്കൂ, തമിഴ്നാട്ടിലെ വരേണ്യവർഗത്തിന് വേണ്ടി നിൽക്കുന്ന ആളല്ല MK സ്റ്റാലിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ, എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 40 സ്കൂളുകളുണ്ട്. തമിഴിന് വേണ്ടി അദ്ദേഹം വാദിക്കുമ്പോഴും ആ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് തമിഴല്ല, മറിച്ച് ഹിന്ദിയാണ്. ഹിന്ദിയോടുള്ള വിരോധം അച്ഛനും മകനും ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുമ്പോഴും അവർ പഠിപ്പിക്കുന്നത് ഹിന്ദിയാണ്. കാരണം ഇന്ത്യയിൽ എവിടെങ്കിലും പോകുമ്പോൾ അതിൻ്റെ ലിംഗ്വ ഫ്രാങ്ക അല്ലെങ്കിൽ ബന്ധഭാഷയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഹിന്ദിയാണ്. ഒരു പക്ഷേ ഇവരൊക്കെ ഈ വാദം ഉന്നയിക്കുമ്പോഴും
നമ്മൾ മലയാളികളെക്കാൾ നന്നായി ഹിന്ദി പറയുന്നവരാണ്. എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ടിരുന്നിട്ടുള്ള തമിഴ്നാട്ടുകാരെല്ലാം തന്നെ നന്നായിട്ട് ഹിന്ദിയിൽ മോശം ഞാനാണ്. ഹിന്ദി പഠിച്ചിട്ടുണ്ട്, പക്ഷെ സംസാരിച്ച് പഠിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഹിന്ദിക്ക് സ്കോളർഷിപ്പൊക്കെ കിട്ടിയ ആളാണ്, പക്ഷേ അവരോളം സംസാരിക്കാൻ എനിക്ക് അറിയേയില്ല. കാരണം ആ ഇടപെടലുകൾ അത് എന്തായാലും ഹിന്ദി വേണ്ടി വരും, ഇംഗ്ലീഷും വേണ്ടി വരും. ത്രിഭാഷാ പദ്ധതി തന്നെയാണ് നല്ലത്. ഇതിപ്പോൾ ത്രിഭാഷാ പദ്ധതിയുടെ കാര്യമല്ല. ഇവിടെ ഇപ്പോൾ പഠിപ്പിക്കുന്നത് മലയാളം പഠിപ്പിക്കാൻ മലയാളം അറിയാവുന്ന ആൾ വേണമെന്നില്ല, എന്ന് ഏതെങ്കിലും ഒരു അധ്യാപകൻ മതി എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സമ്പ്രദായം പോയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പൊ എന്റെ കുട്ടികളും എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്, സർക്കാർ സ്കൂളിൽ മിക്ക വിഷയങ്ങൾക്കും അധ്യാപകരില്ലായിരുന്നു. ഇതിനിടയിലാണ് 1500 തസ്തികൾ അധികമുണ്ടെന്ന് ഇവർ വാദിക്കുന്നത്. അധ്യാപകരില്ലാത്ത സ്കൂളുകൾ, അതായത് പ്രൈവറ്റ് അതായത് നമ്മൾ ഡെയിലി വേജസിന് അധ്യാപകരെ എടുക്കുകയാണ് ചെയ്യുന്നത് മിക്ക സ്കൂളുകളിലും. ഇപ്പോൾ കുറെയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞതിന്റെ അങ്ങേ വർഷങ്ങളിലൊക്കെ അധ്യാപകരുടെ വലിയൊരു വേക്കൻസി ഉണ്ടായിരുന്നു. അവിടെയാണ് കിട്ടിയ അധ്യാപകരെ എടുത്തു വെച്ച് പഠിപ്പിക്കുക. കിട്ടിയ അധ്യാപകരെ മലയാളം പഠിപ്പിക്കേണ്ടുന്ന അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ സോഷ്യൽ സ്റ്റഡീസ് ആയിരിക്കും എടുക്കുന്നത്. ഇനി ഈ LKG UK അല്ല ഈ നഴ്സറി വിഭാഗം പഠിപ്പിക്കേണ്ടത് 4ലും 5ലും പഠിപ്പിക്കേണ്ടുന്ന അവസ്ഥയാണ്. കാരണം അവർക്ക് ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അപ്പൊ സർക്കാർ സ്കൂളിൽ ഈ ഒരു ഇത് നിലനിൽക്കുകയാണ് ഈ 1500 തസ്തികൾ അധികമായിട്ട് വരുന്നത്. നമ്മുടെ എഡ്യൂക്കേഷന്റെ, അതായത് കേരള ബോർഡ് എഡ്യൂക്കേഷന്റെ നിലവാരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ അധ്യാപകരുടെ കുറവായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത് എഡ്യൂക്കേഷന്റെ രീതിയിലുള്ള വ്യത്യാസമായിരിക്കും, പഠിപ്പിക്കുന്നതിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഈ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ രീതി, കൃത്യമായിട്ടുള്ള, എനിക്കറിയാവുന്ന നല്ല സർക്കാർ സ്കൂളുകളുണ്ട്, നന്നായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരും ഉണ്ട്. എല്ലാ അധ്യാപകരും വിദ്യാഭ്യാസ സമ്പന്നരാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്നവരുമാണ്. അവർക്കറിയാം പഠിപ്പിക്കുക. പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകരെ അപേക്ഷിച്ച് സർക്കാർ സ്കൂളിൽ അവർ കഷ്ടപ്പെട്ട് പഠിച്ച് PSC എഴുതി വന്നവരാണ്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നുള്ള നന്നായിട്ട് അറിയാം. പക്ഷേ ഇത് കൃത്യമായിട്ട് വേണ്ടുന്ന തസ്തികൾ വേണ്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനോ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെ ക്രോഡീകരിച്ച് നന്നായിട്ട് കൊണ്ടുപോകാനോ അറിയാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ തസ്തികൾ ഉണ്ടാകുന്നതും കുട്ടികളുടെ എണ്ണം കുറയുന്നതും? അത് വളരെ പല മാനങ്ങളുള്ള ഒരു കാര്യമാണ്. നോക്കൂ, ഇപ്പോൾ പറഞ്ഞു ഹൈലി കമ്പ്യൂട്ടറൈസ്ഡായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. ശരിയാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിലൊക്കെ ഇരുന്നാണ് ഞാൻ പഠിച്ചത്. ഇതിൽ നിന്ന് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സൗജന്യമായി കൊടുക്കുന്നു, ലാപ്ടോപ്പ് സൗജന്യമായിട്ട് കൊടുക്കുന്നു. അതൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ സ്കൂളുകൾ ചെയ്യുന്നത്. ചിലരൊക്കെ മാതൃകയ്ക്ക് വേണ്ടി ആ സ്കൂളിൽ ചേർത്ത് പഠിക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടായില്ല. ബഹുഭൂരിപക്ഷം ആളുകളും സർക്കാർ സ്കൂളുകളിൽ തൃപ്തരല്ല. എന്തൊക്കെയാണ് കാര്യം? ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഒന്നാമത്, ഈ അധ്യാപകരെ വിന്യസിക്കുന്നത്. ഈ പറയുന്നത് പോലെ സോഷ്യൽ സ്റ്റഡീസ് പഠിച്ച ആൾ നേരെ പോയി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്നുള്ള സമ്പ്രദായം. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിച്ചയാൾ വേണം. മലയാളം പഠിപ്പിക്കാൻ മലയാളത്തിൽ പ്രാവീണ്യം നേടി അതിൽ B.Ed നേടിയ ആൾ വേണം. ഈ സമ്പ്രദായങ്ങളൊക്കെ മാറി. ഇതിനനുസരിച്ച് B.Ed വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിലും സിലബസിലും മാറ്റങ്ങൾ വരുത്തി. അതും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വളരെ ദോഷകരമായിട്ട് ബാധിച്ചു. പിന്നെ വേറൊരു കാര്യം, CBSE സ്കൂൾ ഇവിടെ, അതുപോലെ നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ ഇവിടെ. നോക്കൂ, ഞാനൊരു ഉദാഹരണം പറയാം, നമുക്ക് വളരെ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. മലയാളം പഠിപ്പിക്കുന്ന സ്കൂളുകളാണല്ലോ ഈ ഗവൺമെൻറ് സ്കൂളുകൾ. ഈ CBSE സ്കൂളിൽ അത് ഞാൻ സെൻറ്റ് തോമസ് സ്കൂള് മുക്കോല, അവിടുത്തെ കുട്ടികൾ, പേരുക്കട ഗവൺമെൻറ് ഗേൾസ് സ്കൂള്, ആ 2 സ്കൂളുകളിലെ കുട്ടികളെ ഞാൻ കൊണ്ടുവന്ന് ഒന്നിച്ചിരുത്തി. അപ്പം ഞാൻ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചത് മലയാളത്തിൽ ഈ സെൻറ്റ് തോമസ് സ്കൂളിലെ കുട്ടികൾ മോശവും മലയാളത്തിൽ ഇവർ നല്ലതുമാണെന്നാണ്. അപ്പോൾ ഒരു പദ്യഭാഗം ചൊല്ലാൻ വേണ്ടിയിട്ട് 2 പേരോട് ഒരു കോമ്പറ്റീഷനായിട്ട് വെച്ചു. ലൈവായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ തലേ ദിവസം വരെ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നവരാണ് ഈ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾ. ഞാൻ സന്തോഷിച്ചു. അപ്പോൾ ഗവൺമെൻറ് സ്കൂൾ സ്കോർ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സന്തോഷിച്ചിട്ട് ഇവരെ ഒന്ന് ചെറുതാക്കാം, സെൻട്രൽ സിലബസ് അനുസരിച്ച് പഠിക്കുന്നതിനെ ഒന്ന് ചെറുതാക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ പോയി. പക്ഷേ അവിടെ സ്റ്റുഡിയോയിൽ വന്ന് ഈ ക്യാമറകളുടെ മുമ്പിൽ ലൈവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് സെൻറ്റ് തോമസ് സ്കൂളിലെ കുട്ടികൾ, അതായത് എയ്ഡഡ് അല്ലാത്ത ഒരു അൺഎയ്ഡഡ് സ്കൂളാണ്, ആ സ്കൂളിലെ കുട്ടികൾ വളരെ സുന്ദരമായിട്ട് ആ മലയാള പദ്യം റിസൈറ്റ് ചെയ്തു, ആലപിച്ചു. അതേസമയം തലേ ദിവസം വരെ നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന കുട്ടികൾ പതറിപ്പോയി, തെറ്റിച്ചു. ഞാൻ ചോദിച്ചു, ടീച്ചറെ എന്താണ് ഇത് സംഭവിച്ചത്? സാറേ എന്താ പറയുന്നത്, കുട്ടികൾക്ക് ഇതെല്ലാം അറിയാം, എന്നെ പാടിയും കേൾപ്പിക്കാറുള്ളത്. അവിടെ സ്റ്റുഡിയോയിൽ വന്ന ആ മറ്റേ പിള്ളേർ ടൈയും കെട്ടി വന്ന പിള്ളേരുടെ കൂടെ ഇരുന്നപ്പോൾ ഇവരുടെ ആത്മവിശ്വാസം മുഴുവൻ ചോർന്നു പോയി. ഇത് വലിയൊരു കാര്യമാണ്. ഈ ആത്മവിശ്വാസം വളർത്തുന്നില്ല. പിന്നെ സാറ് പറഞ്ഞ
കൃത്യമായിട്ടുള്ള കാര്യം. ഇപ്പൊ എൻ്റെ കുട്ടിയാണെങ്കിൽ നല്ല സ്കൂളിൽ, നല്ല അറ്റ്മോസ്ഫിയറിൽ, അല്ലെങ്കിൽ നല്ല ബിഹേവിയറുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ അച്ചടക്കത്തോടെ പഠിച്ചു വരണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഓരോ പേരൻസും ഉള്ളത്. അപ്പം പ്രൈവറ്റ് സ്കൂളാകുമ്പോൾ കുറച്ചുകൂടെ കെയറിങ്, ഈ പറഞ്ഞതുപോലെയുള്ള അതർ ആക്ടിവിറ്റീസിനായാലും അവരെ കുറച്ചുകൂടെ ബോൾഡ് ആക്കാനും അവരെ ഓരോ കാര്യത്തിനും മുന്നിട്ടിറക്കാനും സാർ ഈ പറഞ്ഞതുപോലെ അവരെ കുറച്ചുകൂടെ പ്രാപ്തമാക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ കൃത്യമായിട്ട് സർക്കാർ ശമ്പളം നൽകുന്നുണ്ട്, ഞാൻ അവരെ കുറ്റം പറയുകയല്ല. അവർക്ക് അതിന് പരിമിതികളുണ്ട്. ഈ പറഞ്ഞുകൊണ്ട് ഒരു ടീച്ചർ തന്നെ പല സബ്ജക്റ്റുകൾ എടുക്കേണ്ടുന്നതായിട്ടുള്ള അവസ്ഥകൾ അവർക്ക് ഉണ്ടാകുന്ന. പിന്നെ ഈ 10 മാസം ക്ലാസ് ഉണ്ടെങ്കിൽ അവരെ അതിൽ 5 മാസത്തിന് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് സർക്കാർ വിനിയോഗിക്കുന്നുണ്ട്. സാറിന് അറിയാലോ, കലോത്സവം പോലുള്ള മിക്ക ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സിനെയാണ് വിടുന്നത്. അപ്പൊ അവർക്ക് ഇത്തരത്തിൽ എത്രയോ ദിവസങ്ങളാണ് അവർക്ക് നഷ്ടമാകുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ തന്നെ എക്സാമുകൾ നടക്കുമ്പോഴുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറെ ടീച്ചേഴ്സ് അങ്ങനെ അങ്ങ് പോകും. ഇവർക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസ സംബന്ധ മന്ത്രിമാരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ ഘടകങ്ങളോ ഒക്കെ വരുമ്പോൾ ഇവർ അതിനുവേണ്ടി കുറെ ദിവസങ്ങൾ അങ്ങനെ അങ്ങ് പോകും. അപ്പൊ മിക്ക ദിവസങ്ങളിൽ ആകെപ്പാടെ അധ്യാപകരില്ലാത്തപ്പോൾ കുറെ അധ്യാപകർ ഇതിനായിട്ട് വിനിയോഗിക്കും. ക്ലാസ്സുകൾ അവിടെ പൂർണ്ണമാകുന്നില്ല, മുടങ്ങി പോകും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. ഈ സെൻട്രൽ സ്കൂൾ, ഞാൻ ഈ പറഞ്ഞ ഈ സ്കൂളിലെ എല്ലാ അൺഎയ്ഡഡ് സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ ശരിക്ക് കോച്ച് ചെയ്യും. ഓരോ ആഴ്ച തോറും ടെസ്റ്റ് പേപ്പർ നടത്തും, സീരിയസ് ആയിട്ട് എടുക്കും. അതിൻ്റെ റിസൾട്ട് വെച്ച് റിപ്പോർട്ട് കാർഡ് ഉണ്ടാക്കും. റിപ്പോർട്ട് കാർഡിൽ ആരെങ്കിലും മോശമാണെങ്കിൽ അതിൻ്റെ പേരൻസിനെ വിളിച്ചു വരുത്തും. ആ കുട്ടികളെ കൂടെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് തന്നെ അവർക്ക് തക്കതായിട്ടുള്ള മുന്നറിയിപ്പ് നൽകും, വാണിംഗ് കൊടുക്കും. മോശമാണെങ്കിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. സ്കൂളിൽ അങ്ങനെയുള്ള ഭാണ്ഡക്കെട്ടുകളൊന്നുമില്ല. ഗവൺമെൻറ് സ്കൂളിൽ പരീക്ഷ എഴുതുക എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ഉത്തരവാദിത്വമില്ല. ക്വാളിഫൈഡ് ആണ് ടീച്ചർമാർ, അവർക്ക് വെൽ പെയ്ഡുമാണ്. അതേസമയം ഈ അൺഎയ്ഡഡ് സ്കൂൾ വളരെ തുച്ഛമാണ് ശമ്പളം. ആശാവർക്കർമാരെ പോലെയാണ് സ്ഥിതി. അതെ, എന്നിട്ടും അവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തേ പറ്റൂ. എന്താണ്? ശരിയായിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ട്, അവരെ അത് ചെയ്യാൻ റിപ്പോർട്ട് വൈകുന്നേരങ്ങളിൽ കൊടുക്കണം. ജോലി സ്ഥിരതയില്ല, ഏത് നിമിഷവും പറഞ്ഞു വിടാം. പെർഫോമൻസ് മാർക്ക് ലിസ്റ്റ് അവർക്ക് എനിക്കറിയാം. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ ഇന്ന സബ്ജക്ട് എടുക്കുന്ന ആ കുട്ടികളുടെ മാർക്ക് നോക്കും. ഇത്ര കുട്ടികൾ ഇത്ര പെർസെന്റേജ് താഴെയുള്ള കുട്ടികളുടെ മാർക്ക് കുറഞ്ഞ അവിടെ അധ്യാപകൻ റെസ്പോൺസിബിളാ, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. സർക്കാർ സ്കൂളിൽ അതെല്ലാം യൂണിയന്റെ ഭാഗമാണ്, അവർക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ഈ 1500 അധ്യാപകരുടെ കാര്യം, ഇവരെവിടെങ്കിലും വിന്യസിക്കും, ഏതെങ്കിലും ഭാഷയോ വിഷയമോ പഠിപ്പിക്കാൻ ഇവരെ വിനിയോഗിക്കും. ഇതുകൊണ്ട് ഇവരെ അങ്ങനെ വിന്യസിക്കാനും പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഏഡിൽ 2 വർഷങ്ങളിലായി 1000-ലേറെ തസ്തികളാണ് അധികമായിട്ടുള്ളത്. തസ്തിക ഭീഷണി നേരിടുന്ന അധ്യാപകർ കൂടുതലും പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലാണ്. ഇവരെ മറ്റുള്ള സ്കൂളുകളിൽ വിന്യസിക്കാൻ പറ്റില്ല. അവിടെ ഓൾറെഡി ഇപ്പൊ പ്രൈവറ്റ് സ്കൂളുകളിലാണ് അവർക്ക് പക്ഷെ ഇതിന് ഇപ്പൊ സർക്കാർ പറയുന്ന തുടർച്ചയായി 3 വർഷം 25 കുട്ടികളുള്ള ബാച്ചാണ് ഇവർ കണക്കാക്കിയിരുന്നത്. +1, +2 ഇത് ഇപ്പൊ അങ്ങനെയുള്ള ബാച്ചുകൾ വന്നപ്പോഴത്തേക്കും അതായത് ഒരുപാട് ക്ലാസ്സുകൾ വന്നപ്പോഴത്തേനും ഒരുപാട് അധ്യാപകർ വന്നു. പക്ഷെ ഇതിപ്പോ 8 നിലയിൽ പൊട്ടി. കാരണം ഒരു ക്ലാസ്സിൽ 25 കുട്ടികൾ എന്നുള്ള രീതിയിൽ വന്നു. നോർമൽ 40 കുട്ടികൾ 42 കുട്ടികൾ അവർ പകുതിയാക്കി. അപ്പൊ 2 ഡിവിഷനാക്കിയപ്പോൾ ക്ലാസ്സുകൾ എക്സ്ട്രാ വന്നു. പക്ഷെ കുട്ടികൾ വരാനില്ല. അധ്യാപകരുടെ എണ്ണം കൂടി. ഒരു അധ്യാപക ബാങ്ക് ഉണ്ടാക്കി അവരെ അനിശ്ചിതകാലത്തോളം ഇങ്ങനെ അവിടെ ഇടുക എന്നല്ല, വേറെ പോംവഴികളില്ല. അല്ലെങ്കിൽ ഇപ്പൊ ദൂരദർശന്റെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയർമാർ സർപ്ലസ് ആവുകയും പ്രോഗ്രാം സ്റ്റാഫും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും കുറവാവുകയും ചെയ്തപ്പോൾ എഞ്ചിനീയർമാരെ പിടിച്ച് തന്നെ അക്കൗണ്ടിലേക്കും ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത പരിപാടിയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം, പുനഃസംവിധാനം, ശമ്പളം സാധൂകരിക്കണ്ടേ, ജസ്റ്റിഫൈ ചെയ്യും. ശമ്പളം കിട്ടുകയല്ലേ അവർക്ക്, അതിന് ജസ്റ്റിഫിക്കേഷൻ വേണ്ടേ? ഇതിന് വേണ്ടുന്നത് നമ്മളിപ്പോ അധ്യാപകര് തിരക്ക് കൂട്ടിയിട്ടോ അവര് ഫൈറ്റ് ചെയ്തിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. വേണ്ടുന്നത് അടിസ്ഥാനമാണ്, അടിത്തറയാണ്. നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി സർക്കാർ വീണ്ടും ശ്രമിച്ച കുട്ടികളെ ഒഴുകിയെത്തും. പണ്ടൊക്കെ നമ്മളെല്ലാം സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. നമുക്കൊരു സാധ്യത ആലോചിക്കുക. 1500 അധ്യാപകരെ മറ്റുള്ള CBSE-യിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ട്യൂഷനും പോകുന്നുണ്ട്, കോച്ചിങ്ങിന്. ഈ കോച്ചിങ്ങിന് വേണ്ടി ഈ അധ്യാപകരെ ഗവൺമെന്റ് അങ്ങ് വിനിയോഗിച്ച് പാവങ്ങൾക്കുള്ള കോച്ചിങ്, പാവങ്ങളുടെ ഗവൺമെന്റ് അല്ലേ ഇത്, ഫീസ് കൊടുക്കാതെ പാവങ്ങൾക്ക് കോച്ചിങ് കൊടുക്കാനുള്ള സംവിധാനമായിട്ട് ഈ അധ്യാപകരുടെ സ്കില്ല് മാറ്റാവുന്നേ ഉള്ളൂ. ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് ചെയ്യേണ്ടത്. ഏതായാലും നമ്മളെ രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്യുകയല്ല വേണ്ടുന്നത്, സർക്കാരാണ് ഇതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നല്ല അധ്യാപകരെ വാർത്തെടുക്കുക. ഒരുപാട് കുട്ടികളെ നമ്മുടെ കേരള സർക്കാർ സ്ഥാപനങ്ങൾ, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഉത്തരവാദിത്തം സർക്കാരിന് തന്നെ. സ്വപ്നം കാണുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാതെ അവസാനിപ്പിക്കാൻ പറ്റുക, ട്രേഡ് യൂണിയനിസം കൂടുതലാണ് അധ്യാപകരിൽ. അധ്യാപകർ അത് പണ്ടത്തെ പോലെ ഇത് ഒരു ദൗത്യമായിട്ടല്ല എടുക്കുന്നത്, മറിച്ച് ഒരു
ശമ്പളം കിട്ടാനുള്ള ഒരു ഉപാധി മാത്രമായിട്ടാണ് അധ്യാപനത്തെ എടുക്കുന്നത്. അത് ഗവൺമെൻറ് സ്കൂളുകളിൽ അതിൻ്റെ കുഴപ്പമുണ്ട്. നല്ല അധ്യാപകർ ധാരാളമുണ്ട്, അവാർഡ് വാങ്ങിച്ച അധ്യാപകരുണ്ട്, എനിക്കറിയാം, കഷ്ടപ്പെടുന്ന അധ്യാപകരുണ്ട്, വളരെ ചുരുക്കമാണ്. മറ്റേതെല്ലാം ഒരു ജോലി മാത്രമായിട്ട് ഇതിനെ കഴിയുന്നുള്ളൂ. അതേസമയം ഒരു ദൗത്യമായിട്ടൊരു മിഷനായിട്ട് മിഷണറീസിലോടുകൂടി കാണുന്ന അധ്യാപകർ കുറവാണ്. മറ്റു സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിലുമൊക്കെ അതൊരു മിഷനായിട്ട് എടുക്കേണ്ട സാഹചര്യം മാനേജ്മെൻറ്റ് സൃഷ്ടിക്കുന്നു. ഇവിടെ അതില്ല.